റംസാനിലാണ് വന്നത്. പക്ഷെ എഴുതാനും വായിക്കാനും അറിയാവുന്നത് ഞാൻ വന്ന പ്രദേശത്തുള്ള അറബികളെ സംബന്ധിച്ചൊരു പുതിയ അനുഭവം. ഒരു ആള് മരണപ്പെട്ടാൽ അവരുടെ കുടുംബം വളരെ വിഷമിച്ചിരിക്കുമ്പോൾ തന്നെ 1 മാസവും 1.5 മാസവും 2 മാസവും നാട്ടിൽ മൃതശരീരം എത്തിച്ചേരാൻ ബുദ്ധിമുട്ട്. അവരുടെ രാജ്യത്ത് നിന്ന് ഒരാൾ നമ്മുടെ രാജ്യത്തേക്ക് ഈ സൗദി അറേബ്യയിലേക്ക് വരുമ്പോൾ അവരുടെ എയർപോർട്ടിൽ വെച്ച് ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെന്റിൽ 3-ാം കക്ഷിയായി എഗ്രിമെന്റ് ഇവരുണ്ട്. നമുക്കതില്ല. പ്രവാസി ആദ്യമായും അവസാനമായും സ്നേഹിക്കേണ്ടത് ആദ്യമായി അവനെയാണ്. മറക്കില്ല ഞാൻ ഈ പ്രവാസം. സൗദി അറേബ്യയിൽ അൽ ഹസ ഒരു ഗ്രാമപ്രദേശമാണ്. അവിടെ ജോലിക്കെത്തി ചാരിറ്റി പ്രവർത്തനങ്ങളിലും മറ്റ് സാംസ്കാരിക പ്രവർത്തനങ്ങളിലും ഇടപെടാൻ കഴിഞ്ഞ ഒരു മലയാളിയാണ് എറണാകുളം മൂവാറ്റുപുഴ സ്വദേശിയായ ശ്രീ ഹനീഫ. നവോദയ എന്ന മഹാപ്രസ്ഥാനത്തിന്റെ തണലിലൂടെ മറ്റു പലർക്കും തണലാവാൻ കഴിഞ്ഞ ഹനീഫ അദ്ദേഹത്തിന്റെ ജീവിതത്തിലൂടെ, അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിലൂടെ തന്റെ പ്രവാസ ജീവിതം തിരിഞ്ഞു നോക്കുന്നു. മറക്കില്ല ഞാൻ ഈ പ്രവാസം. റോസ് ഗാർഡൻ റെസ്റ്റോറന്റ് ദമാം. എൻ്റെ പേര് ഹനീഫ. ഞാൻ എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴയ്ക്കടുത്ത് ഞാറക്കട എന്ന പ്രദേശത്ത് നിന്ന് സൗദി അറേബ്യയിലേക്ക് എത്തിയിട്ട് കഴിഞ്ഞ 30 വർഷമായി. എൻ്റെ മാതാപിതാക്കൾ, എൻ്റെ വീട്ടുപേര് തേനാലി, മാതാപിതാക്കൾ വാപ്പാടെ പേര് അലിയാർ, അമ്മയുടെ പേര് ഫാത്തിമ. ഒരു കർഷക കുടുംബമാണ്. എൻ്റെ സഹോദരങ്ങൾ, 2 സഹോദരങ്ങളും 1 സഹോദരിയും. ഒരു സാധാരണ ഗ്രാമീണ കുടുംബത്തിൽ ജനിച്ച ഞാൻ ജീവിത പ്രാരാബ്ധങ്ങളും അതിൻ്റെ ആവശ്യാർത്ഥവും പഠനത്തിന് ശേഷം സൗദി അറേബ്യയിലെ അബ്കേക്കിൽ എന്ന സ്ഥലത്ത് കിഴക്കൻ പ്രവിശ്യയിൽ 1995 ഫെബ്രുവരി 19-ാം തീയതിയാണ് എത്തിയത്. 30 വർഷം പൂർത്തിയാവുന്നു. റംസാനിലാണ് വന്നത്. അന്ന് സ്വതവേ അറിയാവുന്നതുപോലെ നമ്മുടെ കേരളത്തിൽ നിന്ന് നേരിട്ട് സൗദി അറേബ്യയിലേക്കുള്ള കണക്ടിവിറ്റി വളരെ കുറവായതുകൊണ്ട് ബോംബെ വഴിയാണ് വിസയും അതുപോലെ ടിക്കറ്റൊക്കെ ലഭ്യമാകുന്നത്. അവിടെ ഞങ്ങൾ ബോംബെയിൽ നിന്ന് ദമാമിലാണ് നമ്മൾ ഇറങ്ങിയത്. അപ്പോൾ വീട്ടിൽ നിന്ന് മാറി ഒരു കുറച്ച് ദിവസം ബോംബെയിൽ നിൽക്കേണ്ട വന്നതിൻ്റെ ബുദ്ധിമുട്ടും പെട്ടെന്ന് ഇവിടെ വന്നപ്പോൾ ഉണ്ടായ എത്രയും പെട്ടെന്ന് തിരിച്ചു പോകണം, അത് അവിടുത്തെ ഒരു കാലാവസ്ഥയും നമ്മൾ തൊഴിലുമായി മിങ്കിൾ ചെയ്യാനുണ്ടായ ഒരു കാലതാമസവും ഒക്കെ ആ വിചാരത്തിന് കാരണമായിട്ടുണ്ട്. പക്ഷെ നമ്മളിവിടെ വന്നപ്പോൾ നല്ല കുറച്ച് സുഹൃത്തുക്കളും നല്ലൊരു സ്പോൺസറും അതോടൊപ്പം തന്നെ നാട്ടിലെ ഒരു ജീവിത ബുദ്ധിമുട്ടുകളും നമ്മളെ ഒരു ഉത്തരവാദിത്തം കാത്തിരിക്കുന്നുണ്ടെന്നുള്ള തിരിച്ചറിവും ഒക്കെ നമ്മളിവിടെ പിടിച്ചു നിർത്താൻ കാരണമായി. ഇതാണ് നമ്മുടെ വഴിയെന്നും ഇതിലൂടെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുമെന്നും ഉള്ളൊരു ഉറപ്പാണ് അതിലൂടെ വന്നത്. പിന്നെ നമ്മുടെ പരിസരവും നമ്മളെ അത് ഒരുമാതിരി പഠിപ്പിച്ചിട്ടുണ്ട്. അബ്കേക്കിൽ ഒരു ഓഫീസ് സെക്രട്ടറി എന്ന തരത്തിലാണ് എൻ്റെ തൊഴിൽ സ്റ്റാർട്ട് ചെയ്തത്. അതിനുശേഷം പെട്ടെന്ന് അവിടെ ഒരു ഇൻസിഡന്റ് നമ്മുടെ സ്പോൺസർ മരണപ്പെടുകയും അവരുടെ സ്ഥാപനം അവർ വിൽക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ അവിടെ നിന്ന് തൊഴിൽ മാറിയുള്ള ഒരു തൊഴിലാണ് ഇപ്പം നിലവിലെയാണുള്ളത്. അത് പെയിന്റ് റീറ്റെയിൽ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് 2003 സ്റ്റാർട്ട് ചെയ്യുന്നത്. സെയിൽസ്മാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു. ഈ അൽഹസ മാർക്കറ്റിൽ ഒരു പുതിയ ബ്രാൻഡ് പെയിന്റുമായി വന്ന് 2003 മാർച്ച് തുടങ്ങി ഡിസംബർ 31 ഏകദേശം ആ ബ്രാൻഡിന്റെ ഈസ്റ്റേൺ പ്രൊവിൻസിലെ ഏറ്റവും നല്ല ഡീലറായിട്ട് ഞങ്ങളുടെ സ്പോൺസർ മാറുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. വളരെ മെച്ചപ്പെട്ട രൂപത്തിൽ പെർഫോം ചെയ്യാൻ വേണ്ടി എനിക്ക് ആ കുറഞ്ഞ 9 മാസം കൊണ്ട് കഴിഞ്ഞു. എൻ്റെ സ്പോൺസർക്ക്, എനിക്ക് ഒക്കെ ഞങ്ങളുടെ അന്നത്തെ മീറ്റിങ്ങിൽ വെച്ചിട്ട് ഏറ്റവും നല്ല സെയിൽസ്മാനായിട്ട് ഞാനും ഏറ്റവും നല്ല ഡീലറായിട്ട് എൻ്റെ സ്പോൺസർ തിരഞ്ഞെടുക്കപ്പെട്ടു എന്നത് വളരെ അഭിമാനകരമായ കാര്യമാണ്. അതിനുശേഷം ഇങ്ങോട്ട് ഞങ്ങൾ പെയിന്റ് ബിസിനസ്സുമായിട്ട് മുന്നോട്ട് വന്നു. ഞങ്ങളുടെ സ്പോൺസർ പല ബ്രാഞ്ചുകൾ സ്റ്റാർട്ട് ചെയ്തു. ഇപ്പം എനിക്ക് തോന്നുന്നത് അൽഹസയിലെ ഏറ്റവും ലീഡിങ് പെയിന്റ് ബിസിനസ് സ്ഥാപനമായി ഞങ്ങളുടെ സ്ഥാപനം കളർ പാലസ് വളർന്നിട്ടുണ്ട്. റോസ് ഗാർഡൻ റെസ്റ്റോറന്റ് ദമാം. ആദ്യം കിട്ടിയ അംഗീകാരം എന്ന് പറയുന്നത് ഞാൻ വന്ന് 2ാമത്തെ ദിവസം തന്നെ കിട്ടിയൊരു അംഗീകാരം. കാരണം അത് വളരെ രസകരമായിരിക്കും ഒരു പക്ഷേ. കാരണം ഞാൻ നാട്ടിൽ അറബി കോളേജിൽ പഠിച്ചിട്ടുണ്ട്. എനിക്ക് അറബി അത്യാവശ്യം എഴുതാനും വായിക്കാനും സംസാരിക്കാനും അറിയാം. ഒരുപക്ഷെ ഇവിടുത്തെ ഭാഷയുമായി ബന്ധപ്പെട്ട്, സംസാര ഭാഷയുമായി ബന്ധപ്പെട്ട് എനിക്ക് പെട്ടെന്ന് സംസാരിക്കാൻ കഴിയില്ല. ഭാഷ കേൾക്കുമ്പോൾ മനസ്സിലാവുമെങ്കിലും. പക്ഷെ എഴുതാനും വായിക്കാനും അറിയാവുന്നത് ഞാൻ വന്ന പ്രദേശത്തുള്ള അറബികളെ സംബന്ധിച്ചൊരു പുതിയ അനുഭവം. ഒരു ഇന്ത്യക്കാരന് അറബി ഭംഗിയായിട്ട് എഴുതാൻ അറിയാം.
അല്ലെങ്കിൽ വായിക്കാൻ വരിക. അപ്പോൾ എൻ്റെ സ്പോൺസർ അദ്ദേഹത്തിൻ്റെ മുഴുവൻ സുഹൃത്തുക്കളെയും കൊണ്ടുവന്നിട്ട് പേപ്പർ എടുത്ത് തന്നിട്ട് എനിക്ക് ഒരു മാർക്ക് തന്നിട്ട് എഴുതാൻ പറയുമായിരുന്നു. എന്നെ സംബന്ധിച്ച് വളരെ രസകരമായി ഞാൻ ഇന്നും ആസ്വദിക്കുന്ന 30 വർഷത്തിന് ശേഷം ആസ്വദിക്കുന്ന ഒരു ദിവസമാണ്. അങ്ങനെ ആ ഒരു ബന്ധം അങ്ങനെ അവിടെയുള്ള അറബികളും ഒക്കെ ആയിട്ട് അതെനിക്കൊരു വരെ നമ്മുടെ സാമൂഹിക പ്രവർത്തനത്തിലേക്ക് ഒരു വഴികാട്ടി കൂടിയായി. കാരണം അവരിൽ നിന്നൊക്കെ എനിക്ക് ഒരേ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി കഴിയും. ഞാനൊരു ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് ഓഫീസുകളിലൊക്കെ ചെന്ന് കയറുമ്പോൾ അവരിൽ ആരെങ്കിലുമൊക്കെ അവിടെ ഉണ്ടാവും, അവരെന്നെ സഹായിച്ചിട്ടുണ്ട്. അത് അങ്ങനെ നിരാലംബരായി പോകുന്ന ഒരുപിടി ആളുകളുടെ ജീവിതത്തിൽ കൈത്താങ്ങാൻ എനിക്കും എന്നോടൊപ്പം നിന്ന് സാമൂഹിക പ്രവർത്തനം നടത്തുന്ന ഈ പ്രദേശത്തുള്ള പലർക്കും കഴിഞ്ഞതുപോലെ എനിക്കും കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിൽ ഒരുപാട് കാര്യങ്ങൾ, ഇപ്പോൾ ഉദാഹരണത്തിന് ഈ പ്രദേശങ്ങളിലൊക്കെ ഞങ്ങളിവിടെ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾ തുടങ്ങുമ്പോൾ ഒരു ആള് മരണപ്പെട്ടാൽ അവരുടെ കുടുംബം വളരെ വിഷമിച്ചിരിക്കുമ്പോൾ തന്നെ 1 മാസവും 1.5 മാസവും 2 മാസവും നാട്ടിൽ മൃതശരീരം എത്തിച്ചേരാൻ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ഞങ്ങളിവിടെ സാമൂഹ്യക്ഷേമ പ്രവർത്തനം തുടങ്ങുന്നത്. ഇപ്പോൾ പ്രത്യേകിച്ച് ഞാൻ ഈ നിൽക്കുന്ന അൽഹസ മേഖലയിൽ, ഈ മേഖലയിൽ ആദ്യമായിട്ടൊക്കെ പ്രവർത്തനത്തിൽ ഇടപെട്ട ഒരാളെന്ന രൂപത്തിൽ അതിലൊരു വലിയ മാറ്റങ്ങൾ വരുത്താൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇന്നൊരാൾ ഒരു നോർമൽ രീതിയിൽ മരണപ്പെട്ടാൽ നമുക്കൊരു 3 ദിവസം 4 ദിവസം കൊണ്ട് മൃതശരീരം നാട്ടിലെത്തിക്കാനും അതിനാവശ്യമായ ഇടപെടലുകൾ ഇവിടുന്ന് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റുകളായി ചെയ്യാനും ഇന്ത്യൻ എംബസിയുടെ ഇനിഷ്യേറ്റീവ്, ഇന്ത്യൻ എംബസിയുടെ ശ്രദ്ധ എത്രയും പെട്ടെന്ന് ഈ പ്രദേശത്ത് കൊണ്ടുവരാനും നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അത്തരത്തിൽ നോക്കുമ്പോൾ ഏതെങ്കിലും ഒരു ഇൻസിഡന്റ് അല്ല, പല കാര്യങ്ങളിലും നമുക്ക് അതാണ് ഈ സാമൂഹ്യക്ഷേമം എന്ന് പറയുന്നത്. കേവലം ഒരു ജീവകാരുണ്യം എന്ന അർത്ഥത്തിലല്ല, സാമൂഹ്യക്ഷേമം എന്ന അർത്ഥത്തിൽ ഒരു സ്ഥായിയായ മാറ്റം ഒരു മേഖലയിൽ കൊണ്ടുവരിക എന്ന അർത്ഥത്തിൽ മൃതശരീരം കയറ്റി വയ്ക്കുന്ന കാര്യത്തിലായാലും, തൊഴിൽ പ്രശ്നങ്ങളിൽ ഇടപെടുന്ന കാര്യത്തിലായാലും, ജയിലിൽ കിടക്കുന്നവരുടെ കോടതി വ്യവഹാരങ്ങളിൽ ഇടപെടുന്ന കാര്യത്തിലായാലും, ഹോസ്പിറ്റലിൽ കിടക്കുന്നവരുടെ കാര്യങ്ങളിൽ അങ്ങനെ വ്യത്യസ്ത തലങ്ങളിൽ നിന്നുകൊണ്ട് കാര്യങ്ങളിൽ ഇടപെടുന്ന കാര്യത്തിൽ മുൻപന്തിയിൽ നിന്ന് പ്രവർത്തിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് എന്ന ഒരു ചാരിതാർത്ഥ്യം ആണ് എനിക്ക് നിങ്ങളോടൊപ്പം. 1999, 2000, 2001 കാലഘട്ടത്തിൽ ഞാനൊരു കേസുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ സഹായം കിട്ടിയത് കിഴക്കൻ പ്രവിശ്യയിൽ നിന്ന് പ്രവർത്തിക്കുന്ന നവോദയ സംസ്കാരിക വേദിയിൽ നിന്നാണ്. ആ ഒരു പ്രവർത്തനത്തിലൂടെയാണ് ഞാൻ നവോദയ സംസ്കാരിക വേദിയുടെ ഭാഗമായി മാറിയതും ആ അർത്ഥത്തിൽ ഞാനിപ്പോൾ പല സ്ഥാനങ്ങൾ അതിൻ്റെ വഹിച്ചുവെങ്കിലും ഇപ്പോൾ അതിൻ്റെ നവോദയ കേന്ദ്ര കമ്മിറ്റി പ്രസിഡന്റായി പ്രവർത്തിക്കുന്നത്. നവോദയ എന്ന ഒരു പ്രസ്ഥാനത്തിൽ നിന്ന് എനിക്ക് ഒരുപാട് സഹായങ്ങൾ അതിൻ്റെ പ്രവർത്തകരിൽ നിന്ന് ഈ പ്രവർത്തനം എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ലഭ്യമായിട്ടുണ്ട്. ഒപ്പം ഈ പ്രദേശത്തുള്ള പല സാമൂഹിക പ്രവർത്തകരും, എംബസി ഉദ്യോഗസ്ഥർ, അതുപോലെ തന്നെ ഇവിടുത്തെ ഗവൺമെന്റ് പോലീസ് സ്റ്റേഷൻ ആണെങ്കിലും ലേബർ ഓഫീസ് ആണെങ്കിലും അത്തരത്തിലുള്ള ഗവൺമെന്റ് ഓഫീസർമാരുടെയും സഹായങ്ങൾ ഈ സൗദി ഗവൺമെന്റ് തലത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട് എന്നത് വളരെ സന്തോഷകരമായ കാര്യം. നമ്മൾ കേട്ടറിഞ്ഞ സൗദി അറേബ്യ ഒരുപക്ഷെ നിയമപരമായി വളരെ റൂഡായി, എന്ന് വെച്ചാൽ മനുഷ്യന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന നിയമങ്ങളും കാര്യങ്ങളും ഒക്കെ കൊണ്ട് വളരെ പേടിപ്പെടുത്തുന്ന വർത്തമാനങ്ങളാണ് നമ്മുടെ നാട്ടിൽ നിന്ന് കേട്ടത്. പക്ഷെ അതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ഒരു അനുഭവമാണ് എനിക്ക് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ശരിയാണ്, ഓരോ രാജ്യത്തും അവരുടേതായ നിയമങ്ങളുണ്ട്. നമ്മുടെ ഇന്ത്യയിലടക്കം, നമ്മൾ കേരളത്തിൽ ഇന്ത്യ എന്ന് പറഞ്ഞ ആളുകളാണ്. ഇന്ത്യയിലും ഇന്ത്യൻ നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ പാലിക്കാൻ അവിടുത്തെ പൗരന്മാരെ പോലെ തന്നെ അവിടെ അധിവസിക്കുന്ന മുഴുവൻ ആളുകൾക്കും ബാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇവിടെയും നിയമങ്ങളുണ്ട്. ഇവിടെ നിയമങ്ങൾ എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് സ്വൈര്യമായി ജീവിക്കുന്നതിനാവശ്യമായുള്ള നിയമങ്ങൾ ചിട്ടപ്പെടുത്തിയിട്ടുണ്ട്. ആ നിയമങ്ങൾക്കനുസരിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. ആ ഒരു സാഹചര്യം അത് കേട്ടിവിടെ വന്ന എന്നെ സംബന്ധിച്ച് ഇതിൽ കൂടുതൽ പഠിക്കാനും ഇത് മനസ്സിലാക്കാനും കഴിഞ്ഞ സൗദി പൗരന്മാരുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചതിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ എനിക്ക് ബോധ്യം വന്നത് ഈ രൂപത്തിൽ സ്വസ്ഥതയോടുകൂടി ജീവിക്കാൻ താല്പര്യപ്പെടുന്ന വേറെ ഒരു വൃക്കകളില്ലാതെ, മോശ രീതിയിലല്ലാതെ താമസിക്കുന്ന ഒരാൾക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കുന്ന ഒരു രാജ്യ നിയമങ്ങളല്ല ഇവിടെ ഉള്ളത്. നേരെ മറിച്ച് മനുഷ്യനെ സഹായിക്കുന്ന ഒരു ആളിനും ഒരു രൂപത്തിലുള്ള മാനവികമായ എതിർപ്പോടുകൂടി അല്ലെങ്കിൽ മനുഷ്യരാശിക്ക് മനുഷ്യന് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഏതെങ്കിലും ഒരു രൂപത്തിൽ പ്രവർത്തിക്കുന്ന ആളെ കൃത്യമായും ഇവിടെ നിയമം ശിക്ഷിക്കുക തന്നെ ചെയ്യും. വിശിഷ്യ ഇപ്പോൾ അതെനിക്കൊരു ഉദാഹരണത്തോടു കൂടി പറയാൻ വേണ്ടി കഴിയുന്നത്, നമ്മൾ കാലങ്ങളായി ഇന്ത്യ ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു തേർഡ് പാർട്ടി എഗ്രിമെന്റ് തൊഴിലാളികൾക്ക് വേണം എന്ന് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിനെനിക്ക് തോന്നുന്നത് എൻ്റെ ഓർമ്മയിൽ ഒരു
2.5-3 പതിറ്റാണ്ടിലേറെ പഴക്കമുണ്ട് ആ ഒരു ആവശ്യത്തിന്. എന്താണ് അതിന്റെ ആവശ്യം? ഒന്ന് തൊഴിലാളി, മറ്റൊന്ന് തൊഴിലുടമ. ഈ രണ്ടുപേർക്കിടയിൽ ഒരു പ്രശ്നമുണ്ടായാൽ അത് പരിഹരിക്കുന്നതിന് മൂന്നാമതൊരാൾ വേണം. ഇത് നമ്മുടെ ആവശ്യമാണ്. നമ്മളെ സംബന്ധിച്ച് നമുക്ക് സൗദി ഗവൺമെന്റിനോട് ആവശ്യപ്പെടാൻ കഴിയില്ല. നമ്മൾ സൗദി ഗവൺമെന്റിനോട് ആവശ്യപ്പെടാൻ കഴിയാത്ത സമയത്ത് നമ്മൾ ഇന്ത്യ ഗവൺമെന്റിനോടാണ് ആവശ്യപ്പെടുന്നത്. നിങ്ങൾ തേർഡ് പാർട്ടിയായി രൂപം പല രാജ്യങ്ങളിൽ നിന്നും അത്തരത്തിൽ ഇടപെടുന്നുണ്ട്. ആ ഇടപെടലിന്റെ ഗുണം ഫിലിപ്പീൻ എംബസി ഇടപെടുന്നുണ്ട്, അതുപോലെ സ്കാൻഡിനേവിയൻ രാജ്യങ്ങൾ ഇടപെടുന്നുണ്ട്, യൂറോപ്യൻ രാജ്യങ്ങൾ ഇടപെടുന്നുണ്ട്, അങ്ങനെ പല രാജ്യങ്ങളും അത്തരത്തിൽ അവരുടെ എംബസിയാണ് തേർഡ് പാർട്ടി. അവരുടെ രാജ്യത്തു നിന്ന് ഒരാൾ നമ്മുടെ രാജ്യത്തേക്ക് ഈ സൗദി അറേബ്യയിലേക്ക് വരുമ്പോൾ അവരുടെ എയർപോർട്ടിൽ വെച്ച് ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെന്റിൽ 3-ാം കക്ഷിയായി എഗ്രിമെന്റ് ഇവരുണ്ട്. നമുക്കതില്ല. പക്ഷെ ഇപ്പൊ സൗദി കൊണ്ടുവന്ന നിയമം അനുസരിച്ച് ഇവിടുത്തെ ലേബർ ഓഫീസ് 3-ാം കക്ഷിയാണ്. നമുക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും നമ്മുടെ പോർട്ടലിൽ, നമ്മുടെ മൊബൈൽ ഫോണിൽ പോയിട്ട് നമ്മുടെ ആവശ്യം നമുക്ക് അതിനകത്ത് ടൈപ്പ് ചെയ്തിടാം. ഖിവ പോർട്ടൽ എന്ന് പറയുന്ന പോർട്ടൽ ടൈപ്പ് ചെയ്തിടാം. തൊഴിലുടമ അതിന് മറുപടി പറയാൻ ബാധ്യസ്ഥനാണ്. ഏതെങ്കിലും രൂപത്തിൽ തൊഴിലുമായി ബന്ധപ്പെട്ട് വയലേഷൻ തൊഴിലുടമയാണ് ചെയ്യുന്നതെങ്കിൽ ലേബർ ഓഫീസ് അതിനെ എതിരായിട്ട് തീരുമാനമെടുക്കും. അപ്പൊ ഇത്തരത്തിൽ വളരെ സുഗമമായി തൊഴിലാളികൾക്ക് കൂടി വളരെ പെർഫെക്റ്റായ അവരുടെ അവകാശങ്ങൾ കൂടി സംരക്ഷിക്കുന്ന രൂപത്തിലുള്ള നിയമം കൊണ്ടുവന്ന ഈ രാജ്യത്തെ സംബന്ധിച്ച് വളരെ സുഖകരമായ നിയമവും കാര്യങ്ങളുമാണുള്ളത്. വളരെ എൻജോയ് ചെയ്ത് വളരെ സൗകര്യപൂർവ്വം നമുക്ക് ജീവിക്കാനുള്ള സാഹചര്യം ഇന്നീ നാട്ടിൽ നിലനിൽക്കുന്നു എന്നുള്ളത് വളരെ വലിയ നേട്ടമാണ്. ഒപ്പം 2030 വിഷനുമായി മുന്നോട്ട് പോകുന്ന സൗദി അറേബ്യയുടെ പ്രവർത്തനത്തിൽ നമുക്ക് 100% ഭാഗവാക്കാകാൻ കഴിയും എന്ന് സമീപകാല തീരുമാനങ്ങൾ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് വിസയുമായി ബന്ധപ്പെട്ട്, വിസിറ്റിംഗ് വിസസുമായി ബന്ധപ്പെട്ട്, ഉംറ വിസയിൽ വരുന്ന ആളുകൾക്ക് സൗദി അറേബ്യ മുഴുവൻ സന്ദർശിക്കാൻ കഴിയും എന്നതുമായി ബന്ധപ്പെട്ട് അങ്ങനെ പല പല കാര്യങ്ങളിൽ ഏതൊക്കെ കാര്യങ്ങളിലാണോ ഇവിടുത്തെ വിദേശികൾക്ക് കൂടുതൽ സുഗമമായ കാര്യങ്ങൾ നടത്താൻ പറ്റുന്നത് എന്ന രൂപത്തിൽ ഒരു നിയമം മാറ്റിക്കൊണ്ടുവരുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് പഴയകാല ഇന്ത്യ ഇൻക്ലൂസീവ് ആയിരുന്നുവെങ്കിൽ ഇന്നത്തെ സൗദി അറേബ്യ 100% ഇൻക്ലൂസീവായി മാറുന്നു. മുഴുവൻ ലോകരെയും ഇങ്ങോട്ട് സ്വീകരിക്കാൻ വേണ്ടി തയ്യാറെടുക്കുന്നു എന്നത് വളരെ ആശ്വാസകരമായ കാര്യമാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരു ജോലി ചെയ്യുന്ന ആളെ സംബന്ധിച്ച് വളരെ ഗുണകരമാണെന്നും അത് നിയമപരമായ കാര്യങ്ങളൊക്കെ നമ്മളെ സഹായിക്കുന്നതാണെന്നുള്ള തിരിച്ചറിവും, ആ തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിൽ കുറെ ആളുകളെ സഹായിക്കാൻ നമുക്ക് കഴിയുമെന്ന ബോധ്യവും, ഒപ്പം തന്നെ നാം ഏറ്റെടുക്കുന്ന ജോലി നമ്മുടെ തൊഴിലിടത്തിൽ കൃത്യമായി നിർവഹിക്കുക എന്ന ഒരു കാഴ്ചപ്പാടും എല്ലാം കൂടി ആയപ്പോൾ എനിക്കിത് ഒരു ആസ്വാദ്യപൂർവമായി കൊണ്ടുപോകാൻ കഴിഞ്ഞു എന്നതാണ് എനിക്ക് തോന്നുന്നത്. ഒപ്പം ഈ മറ്റുള്ള ആളുകളെ സഹായിക്കുക എന്നത് അത് കേവലം ഒരു സഹായമല്ല, ഒരു സാമൂഹ്യ ബാധ്യതയാണ് എന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ നിന്ന് സഹായിക്കുക എന്നത് എൻ്റെ ഒരു കടമയാണെന്ന് ഞാൻ വിചാരിക്കുകയും ആ പാതയിൽ കുറച്ച് സഞ്ചരിക്കാൻ കഴിഞ്ഞത് എന്നെ സംബന്ധിച്ചൊരു വളരെ വലിയ റിലീഫും, ഒപ്പം നമ്മുടെ പ്രശ്നങ്ങളെക്കാൾ ഏറെ വലിയ പ്രശ്നങ്ങൾ പൊതുസമൂഹത്തിനിടയിലുണ്ട് എന്നും ആ വിഷയം അഡ്രസ്സ് ചെയ്യപ്പെടുമ്പോൾ നമ്മൾ എത്രയോ മെച്ചപ്പെട്ട തലത്തിലാണ് എന്ന ബോധ്യം നമ്മളെ മുന്നോട്ട് സന്തോഷത്തോടെ സഞ്ചരിക്കാൻ പ്രാപ്തമാക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. റോസ് ഗാർഡൻ റെസ്റ്റോറന്റ് ദമാം. പ്രവാസം ഒരു വലിയ ചരിത്രം പഠിപ്പിച്ചു എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓരോ വ്യക്തിയുടെയും ജീവിതം ഒരു ചരിത്രമാണ്. ആ അർത്ഥത്തിൽ ഞാൻ കണ്ടുമുട്ടിയ ഒരുപാട് ആളുകൾ എന്നെ പഠിപ്പിച്ചത് പ്രവാസി എന്ന അർത്ഥത്തിൽ സാധാരണ കുട നനയുന്നത് കുടയ്ക്ക് വേണ്ടിയല്ല, മെഴുകുതിരി കത്തുന്നത് മെഴുകുതിരിക്ക് വേണ്ടിയല്ല എന്ന് പറഞ്ഞതുപോലെ പല പ്രവാസികളുടെയും ചരിത്രത്തിൽ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, പ്രവാസി എല്ലായ്പ്പോഴും ഉരുകി അവന്റെ ആയുസ് തീരുന്നത് അവന് വേണ്ടിയല്ല എന്നൊരു യാഥാർത്ഥ്യം എനിക്ക് മനസ്സിലായിട്ടുണ്ട്. പക്ഷെ അത് അങ്ങനെ ആകരുത് എന്നാണ് ഞാൻ ഓരോ പ്രവാസികളോടും പറയുന്നത്. അങ്ങനെ ആകുന്ന പ്രവാസികളൊക്കെയും അവരുടെ ജീവിതാന്ത്യത്തിൽ, അവരുടെ പ്രായാധിക്യത്തിൽ തൊഴിൽ നഷ്ടപ്പെടുന്ന സമയത്ത് അവർ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നത്. ഞാൻ കേവലം സൗദി അറേബ്യയിൽ നിന്നുകൊണ്ട് മാത്രം പ്രവാസികളെ കാണുന്ന ആളല്ല. ഞാൻ ഇന്ത്യയിൽ വെക്കേഷൻ പോകുമ്പോൾ ഏതൊരു പ്രവാസിയും ജോലി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ അവരെ സസൂക്ഷ്മം ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. അവർ ചെയ്യുന്ന തൊഴിൽ ചെയ്യുന്നത് തെറ്റല്ല. ഇന്ത്യയിൽ പോയാലും ഒരു തൊഴിൽ ചെയ്യുക തന്നെ വേണം. പക്ഷേ അവർ ചെയ്യുന്ന തൊഴിൽ 30 വർഷം 25 വർഷം അവിടെ ജോലി ചെയ്ത് അവർ താമസിക്കുന്ന ഇടം, അവർ ജോലി ചെയ്യുന്ന ജോലി, അവർക്ക് കിട്ടുന്ന വേതനം, അവരതുകൊണ്ട് ചെയ്യുന്ന അവർ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു കാഴ്ച എന്നെ സംബന്ധിച്ച് ഒരു വേദന ഉണ്ടാക്കുന്ന ഒരു കാഴ്ചയായി മാറിയിട്ടുണ്ട്.
അത് നിരന്തരം നമ്മുടെ ഇടയിൽ കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ എങ്ങനെ പ്രവാസത്തെ സമീപിക്കണമെന്ന് ഞാൻ പലരോടും പറഞ്ഞു കൊടുക്കാറുണ്ട്. അതാണ് ഇന്ന് പ്രവാസത്തിൽ ഞാൻ നോക്കിക്കാണുമ്പോൾ എനിക്ക് ഏറ്റവും വിഷമമായി തോന്നുന്നത്. അതുകൊണ്ട് ഞാൻ പറയുന്ന ഒറ്റ വാക്ക്, പ്രവാസി ആദ്യമായും അവസാനമായും സ്നേഹിക്കേണ്ടത് ആദ്യമായി അവനെയാണ്. അവനെ തന്നെ സ്നേഹിക്കാൻ കഴിയുകയും, അത് ഏതൊരു വ്യക്തി അങ്ങനെ തന്നെയാണ്, അവനവനെ സ്നേഹിക്കാത്ത ഒരാൾക്കും മറ്റൊരാളെ ആരോഗ്യപൂർവ്വം സ്നേഹിക്കാൻ കഴിയില്ല എന്ന യാഥാർത്ഥ്യം ഓരോ പ്രവാസിയും മനസ്സിലാക്കണം. അതുകൊണ്ട് അച്ചടക്കമുള്ള സാമ്പത്തിക ക്രയവിക്രയങ്ങളും ആരോഗ്യവും ഒക്കെ സൂക്ഷിച്ചുകൊണ്ട്, ജീവിത രീതിയൊക്കെ സൂക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ പ്രവാസിക്ക് കഴിയണമെന്നാണ് എനിക്ക് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഞാൻ ഇവിടെ നിന്ന് തിരിച്ചു പോകുന്നതിനെ കുറിച്ച് ഇപ്പൊ തൽക്കാലത്തേക്ക് ആലോചിച്ചിട്ടില്ല. കാരണം എന്താ വെച്ചാല് അതെന്റെ പിതാവ്, എന്റെ വാപ്പ എന്നോട് പറയും പോലെ എനിക്കിവിടെ വന്ന് ജീവിക്കാൻ താല്പര്യമില്ല. ആരൊക്കെ? എൻ്റെ വാപ്പാക്ക് സൗദി അറേബ്യ വന്ന് ജീവിക്കാൻ താല്പര്യമില്ല. കാരണം ഞാൻ ഇവിടെ ആയിട്ട് ഫെമിലിയർ അല്ല. ഞാൻ എൻ്റെ നാടുമായി ഫെമിലിയറാണ്. എനിക്ക് അവിടുത്തെ ആളുകളെ, എനിക്ക് അവിടുത്തെ ഭാഷ അറിയാം. പക്ഷെ നിനക്ക്, എന്നോട് സംസാരിക്കുന്നതാണ് എൻ്റെ വാപ്പ, നിനക്ക് ഒരിക്കലും ഇവിടം വിട്ട് നാട്ടിൽ വന്ന് ജീവിക്കാൻ കഴിയില്ല. കാരണം നീ ഇവിടെയുള്ള ആളുകളുമായിട്ട് ഫെമിലിയറാണ്, വളരെ സൗഹൃദത്തോടു കൂടി ഇടപെടുകയാണ്. എവിടെ ചെന്നാലും നിന്നെ അറിയുന്ന ആളുകളുണ്ട്. അതിപ്പോൾ അറബികളാണെങ്കിലും വിദേശികളാണെങ്കിലും ഒക്കെ എവിടെ നമ്മൾ പോയ സ്ഥലങ്ങളിലൊക്കെ നിന്നെ അറിയുന്ന ആളുകൾ ഇങ്ങോട്ട് വന്ന് നിന്നോട് സംസാരിക്കുന്നുണ്ട്. അപ്പൊ നീ അത് എൻജോയ് ചെയ്യാണ്. അപ്പൊ അതുകൊണ്ട് നിനക്ക് ഇവിടെ നിന്ന് പോകാൻ കഴിയില്ല. പക്ഷേ ഒരിക്കൽ നമ്മൾ തിരിച്ചു പോകേണ്ടവരാണ്. കാരണം നമ്മുടെ നേറ്റീവ് പ്ലേസിലേക്ക്, അല്ലെങ്കിൽ നമ്മുടെ ഗ്രഹാതിരത്വം ഒക്കെ നമ്മൾ മനസ്സിൽ സൂക്ഷിക്കുന്ന നാട്ടിലേക്ക് തിരിച്ചു പോകേണ്ടവരാണ്. അങ്ങനെ തിരിച്ചു പോകുമ്പോൾ എനിക്ക് മനസ്സിൽ സൂക്ഷിക്കാൻ ഒരു കാര്യമല്ല. എനിക്ക് മനസ്സിൽ സൂക്ഷിക്കാൻ എൻ്റെ 30 വർഷവും നിറവോടെ ഉണ്ടെന്നുള്ളതാണ്. പിന്നെ നമ്മൾ എടുത്തു പറയുകയാണെങ്കിൽ നമുക്ക് ചില ടേണിംഗ് പോയിന്റുകളുണ്ടല്ലോ, നമ്മുടെ തൊഴിലുമായി ഉണ്ടായ ടേണിംഗ് പോയിന്റുകൾ. ഒരുപക്ഷെ ഞാൻ വിചാരിക്കുന്നത് അതിലൊന്നും ഇങ്ങനെയായിരിക്കും. ഒരു വേൾഡ് വൈഡ് കമ്പനി പറയുകയാണ്, ഈ മനുഷ്യനില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ തൊഴിൽ നടത്തിക്കൊണ്ട് പോകാൻ കഴിയില്ല എന്നും, നിങ്ങൾക്ക് ഇതിന്റെ ഡീലർഷിപ്പ് തരില്ല എന്നും നമ്മുടെ തൊഴിലുടമയോട് പറയുന്ന ഒരു സാഹചര്യം നമ്മളെ വെച്ചിട്ട് വരുമ്പോൾ അതിൻ്റെ ജീവിതത്തിൽ ഒരുപക്ഷെ ഏറ്റവും വലിയൊരു കാര്യമായിരിക്കും. അപ്പം നമ്മുടെ പ്രസൻസ് പ്രൂവ് ചെയ്യപ്പെട്ട ഒരു സമയമാണ്. നമ്മളില്ലാതെ ഈ തൊഴിൽ നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് മറ്റൊരാളോട് ഒരു കോർപ്പറേറ്റ് കമ്പനി പറയുകയാണ്. അതിൽ നമ്മൾ നിർബന്ധമായ ഒരു പോസ്റ്റിൽ വരികയാണ്. അതൊരു ടേണിംഗ് പോയിന്റാണ്. അതോടൊപ്പം തന്നെ നവോദയ സംസ്കാരിക വേദിയുമായി ഞാൻ വന്ന ആ ഒരു സാഹചര്യം, ആ സാഹചര്യത്തിൽ എനിക്ക് ആരും സഹായിക്കാനില്ലാതെ ഒരു യുവാവ് ജയിലിലും ഞാൻ പുറത്തും, കുറച്ച് ആളുകൾ എന്നെ സഹായിക്കണം, അതിന് സഹായിക്കാൻ ആരും തയ്യാറാകുന്ന സമയത്ത് 2 കൈയും നീട്ടി എന്നെ ഏറ്റെടുത്ത് പുറത്തിറക്കാൻ സഹായിച്ച നവോദയയുടെ ആ ഇനിഷ്യേറ്റീവ്, അവരുടെ ആ പ്രവർത്തന രീതി, അന്വേഷണാത്മകമായ സാമൂഹ്യ പ്രവർത്തന രീതി എന്നെ ഒരുപാട് ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. ഒപ്പം അത്തരത്തിൽ കുറെ കാര്യങ്ങളൊന്ന് പരിശോധിക്കും. പിന്നെ ഒരുപാട് മുഖങ്ങൾ, ഇങ്ങനെ എന്തെങ്കിലും സഹായങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ട് ഒരുപാട് മുഖങ്ങൾ നമ്മുടെ മുന്നിൽ ഇങ്ങനെ സന്തോഷത്തോടെ കരഞ്ഞു നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ സന്തോഷത്തോടെ ചിരിച്ച് നമ്മൾ കെട്ടിപ്പിടിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മളെ വീണ്ടും വിളിച്ച് സംസാരിക്കുമ്പോൾ ഒക്കെ നമുക്കുണ്ടാകുന്ന സന്തോഷങ്ങളൊക്കെ മനസ്സിൽ സൂക്ഷിക്കാവുന്നതാണ്. റോസ് ഗാർഡൻ റെസ്റ്റോറന്റ് ദമാം. നമ്മൾ പലപ്പോഴും നമ്മുടെ തൊഴിലുമായി ബന്ധപ്പെട്ടുള്ള തിരക്കിലൊക്കെ നമുക്ക് മിസ് ചെയ്യുന്നത് കുടുംബമാണ്. പക്ഷെ നമ്മൾക്ക് മിസ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ നമ്മളെ അവർക്ക് മിസ് ചെയ്യുന്നതാണ് യാഥാർത്ഥ്യം. കാരണം നമ്മൾ ഇതിന്റെ തിരക്കിന്റെ, അവരെല്ലായ്പ്പോഴും ഒരു വീട്ടിൽ തന്നെ കഴിയുമ്പോൾ നമ്മൾ തൊഴിലും പ്രവർത്തനങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പല ഏരിയകളിലാണ്. അപ്പോൾ നമ്മുടെ മൈൻഡൊക്കെ അതിലായിരിക്കും. പക്ഷെ അവരങ്ങനെയല്ല. അവർ വീട്ടിൽ ഒറ്റപ്പെട്ട് ഇങ്ങനെ കഴിയുന്നു എന്നുള്ളതുകൊണ്ട് അവരെല്ലായ്പ്പോഴും നമ്മളെക്കുറിച്ച് ചിന്തിച്ചിരിക്കുക, അല്ലെങ്കിൽ നമ്മൾ വിളിക്കുന്നില്ല, ആ രൂപത്തിലൊരു ഇത്. ആ അർത്ഥത്തിൽ എൻ്റെ ഭാര്യ, എൻ്റെ 4 മക്കളാണ്. മൂത്ത മകള് ഫാത്തിമ, അവളുടെ കല്യാണം കഴിഞ്ഞു. അവൾക്ക് MBA പഠിക്കുന്നു. ഒപ്പം എൻ്റെ മകൻ മുഹമ്മദ് അലി, അവനൊരു ഫുട്ബോൾ പ്ലെയറാണ്. ഒപ്പം അവൻ BA ലിറ്ററേച്ചർ ഫസ്റ്റ് ഇയർ പഠിക്കുന്നു. ഒപ്പം എൻ്റെ മകൾ ഖദീജ, അവള് +1 പഠിക്കുന്നു. 4ാമത്തെ മകൾ ആയിഷ, അവൾ 7ാം ക്ലാസ് പഠിക്കുന്നു. എല്ലാവരും വളരെ ഒരു എബോ ആവറേജ് പഠിത്തത്തിലും ഒക്കെ ശ്രദ്ധിച്ച് എല്ലാ കാര്യങ്ങളും മുന്നോട്ട് പോകുന്നു. അവര് ഒരു പരിധിവരെ എൻ്റെ ജീവിതത്തിലെ ഒരു ഭാഗ്യമായി ഞാൻ കാണുന്ന എൻ്റെ മക്കളും എൻ്റെ ഭാര്യയും, ഒപ്പം എൻ്റെ സഹോദരങ്ങൾ, എൻ്റെ സഹോദരി, അതുപോലെ എൻ്റെ മാതാപിതാക്കൾ,
ഇതൊക്കെ ഞാൻ എപ്പോഴും എൻ്റെ ഒരു സ്വകാര്യ അഹങ്കാരമായി എൻ്റെ മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഒരു കാര്യമാണ്. കാരണം ഇത്രമേൽ ഒത്തൊരുമയോടെ പരസ്പര സാഹോദര്യ സ്നേഹത്തോടെ എൻ്റെ വാപ്പാടെയും ഉമ്മയുടെയും ഗൈഡ് ലൈനോടെ മുന്നോട്ട് പോകാൻ കഴിയുന്നു എന്നത് ഇന്നും അവരുടെ മൂത്ത മകൻ എന്ന അർത്ഥത്തിൽ ഞാൻ വളരെ ഒരു അല്പം അഹങ്കാരത്തോടെ എന്തെന്നാ അഹങ്കാരം നല്ല പറയുക, എൻ്റെ മനസ്സിന്റെ എല്ലാ നിറവോടെയും കൂടി ഞാൻ കാണുന്ന ഒരു കാര്യമാണെന്ന് സൂചിപ്പിക്കുന്നതിൽ എനിക്ക് അഭിമാനമുണ്ട്. നാട്ടിൽ നിന്ന് നമ്മളിവിടെ വരുമ്പോൾ നാട്ടിലെ കുറെ കാര്യങ്ങൾ ഉണ്ടല്ലോ. ആ കാര്യങ്ങളാണ് എനിക്ക് ഇന്ന് ഓർത്തെടുക്കാൻ പറ്റുന്ന കുറെ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ഞാൻ വളരെ തൊട്ടടുത്ത ഒരു സ്കൂളിൽ, ഒരു പ്രൈമറി സ്കൂളിൽ പഠിച്ചു. അവിടെ നിന്ന് കുറച്ചധികം ദൂരെയുള്ള സ്കൂളിലാണ് UP സ്കൂള്, ഹൈസ്കൂള് പഠനം നടത്തിയത്. ഒരു വീട്ടിൽ നിന്ന് ദൂരം എന്ന് പറയുമ്പോൾ ഒരു 5-6 കിലോമീറ്റർ ദൂരമുണ്ട്. അവിടുത്തെ പഠനമാണ് നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നത്. പക്ഷെ അതിന് മുമ്പുള്ള പഠന കാര്യങ്ങളൊന്നും ഓർമ്മ അത്ര കൂടുതൽ വരുന്നില്ല. എങ്കിലും ചെറിയ ചെറിയ ഓർമ്മകൾ. അവിടെ പഠിക്കുമ്പോൾ എനിക്ക് ഇന്ന് നമ്മുടെ ഇന്ത്യയുടെ ഒരു വർത്തമാനകാല രാഷ്ട്രീയവും അത്തരത്തിലുള്ള ഒരു കാര്യമൊക്കെ എടുത്ത് പരിശോധിക്കുമ്പോൾ എനിക്ക് എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നൊരു കാര്യം, ഞങ്ങൾ 3 പേര് കൂട്ടുകാരാണ്. ഒന്ന് ഒരു ഷിജോ, ഒന്നൊരു ജീമോൻ. ഞാൻ അവരുടെ വീടുകളിൽ പറഞ്ഞു. പക്ഷെ ജീമോൻ അവിടെ ഇല്ല, ഷിജോ ഇപ്പോഴും അവിടെ ഉണ്ട്. ഞാൻ പോകാറുണ്ട് ചെന്നാൽ. ഞാൻ അവിടെ പഠിച്ചിട്ട് 36 വർഷം കഴിഞ്ഞു. ആ സ്കൂളിൽ നിന്ന് പോന്നിട്ട് 36 വർഷം കഴിഞ്ഞു. 1988 ആ സ്കൂളിൽ നിന്ന് പോയിരുന്നത്. ഏറ്റവും വലിയ അനുഭവം എന്ന് പറഞ്ഞാൽ ഉച്ചയ്ക്ക് ആഹാരം കഴിക്കുന്നതാണ്. ഞങ്ങൾ 3 പേരും കൊണ്ടുപോകുന്ന ആഹാരം ഒരുമിച്ചെടുത്ത് ഒരു പുഴക്കരയിലിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവച്ച് കഴിക്കുന്ന ഒരു രീതി എന്നെ സംബന്ധിച്ച് ഇന്നൊരു പക്ഷേ നാട്ടിൻപുറത്തൊന്നും അത് കൂടുതൽ കാണാൻ വേണ്ടി കഴിയില്ല. പിന്നെ അങ്ങനെ കുറെ സുഹൃത്ത് വലയങ്ങളൊക്കെ അങ്ങനെ നാട്ടുപ്രദേശത്ത് ഉണ്ടായിട്ടുണ്ട്. പിന്നെ കോളേജിൽ പഠിച്ചത് തിരുവനന്തപുരത്താണ്. അവിടെയും കുറെ സുഹൃത്തുക്കൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ ചില സുഹൃത്തുക്കൾ ഇന്നും ബന്ധം പുലർത്തുന്നുണ്ട്. അവിടെ നിന്ന് നേരെ ഇങ്ങോട്ടാണ് വന്നത്. മൊത്തത്തിലുള്ള നമ്മുടെ നാട്ടിൽ നിന്ന് വന്നപ്പോഴുള്ള ആ ഒരു സുഹൃത്ത് ബന്ധങ്ങളിൽ ചില കുറവുകൾ സംഭവിച്ചിട്ടുണ്ടാവാം. കാരണം എന്ന് വെച്ചാൽ കാലപ്പഴക്കമുണ്ട്. പക്ഷെ അപ്പോഴും ആ ഓർമ്മകൾ നമ്മുടെ മനസ്സിൽ നിൽക്കുന്നുണ്ട്. പിന്നെ പറയാതിരിക്കാൻ കഴിയില്ല, എൻ്റെ വാപ്പാടെ ഒരു ഇനിഷ്യേറ്റീവ് അതിപ്പോഴും നമ്മുടെ മനസ്സിൽ ഇങ്ങനെ സൂക്ഷിക്കുകയാണ്. എന്ന് വെച്ചാൽ ചെറുപ്പം മുതൽ നമ്മളോട് ചില നിഷ്കർഷതയൊക്കെ വെച്ച് ഇങ്ങനെ പെരുമാറുകയും ആ പെരുമാറ്റത്തിന്റെ റിസൾട്ട് നമ്മൾ ഇവിടെ വന്നപ്പോൾ അനുഭവിക്കുകയാണ്. അത് എൻ്റെ വാപ്പ ഒരു ബിസിനസ്സുകാരനാണ്, കർഷകനാണ്, ഒപ്പം ഒരു ബിസിനസ്സുകാരനാണ്. ആ ബിസിനസ്സിൽ ചില മൈന്യൂട്ടായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ എന്നെ ബിസിനസ്സിനെ പരിപോഷിപ്പിക്കാൻ വേണ്ടി എന്നെ പാകപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ എൻ്റെ ഉമ്മ, ഞാൻ ഈ സാമൂഹിക പ്രവർത്തനം പറയുമ്പോൾ ഓർക്കേണ്ട ഒരു പേരാണത്. എൻ്റെ ഉമ്മക്കൊരു സ്വഭാവം എന്ന് പറഞ്ഞാൽ, ബന്ധുക്കളിലോ പരിസരത്തോ ആര് സുഖമില്ലാതെ കിടന്നാലും അവരൊക്കെ പരിചരിക്കാൻ വേണ്ടി പോവുകയും ഏതെങ്കിലും ഒരു പാവപ്പെട്ട ഒരു സ്വകാര്യ സമ്പാദ്യത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു പാവപ്പെട്ട ആളുകൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെന്ന് തോന്നിയാൽ അവിടെ ആ സമ്പാദ്യം, ആ ചെറിയതാണെങ്കിലും ഒരു സമ്പാദ്യം എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ഒരു രീതി എൻ്റെ ഉമ്മക്ക് ചെറുപ്പം തൊട്ടേ കണ്ടിട്ടുണ്ട്. ഇതും എൻ്റെ ജീവിതത്തിൽ ഇൻസ്പയർ ആയിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്തായിരുന്നാലും ഈ മറക്കില്ല പ്രവാസം എന്നത് ഒരു കാരണവശാലും കഴിയാത്തതാണ്. കാരണം പോസിറ്റീവായ, നെഗറ്റീവായ ഒരു ചെറിയ മൈന്യൂട്ട് പോയിന്റുകളൊക്കെ നെഗറ്റീവ് ഉണ്ടെങ്കിൽ പോലും പോസിറ്റീവായ ഒരുപാട് കാര്യങ്ങൾ തന്ന പ്രവാസത്തോട് ഒരിക്കലും മറവിയില്ല. നടക്കാതെ തന്നെ തിരിച്ചു പോകാൻ കഴിയും ഒരുപാട് ഓർമ്മകളുമായി.